ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഹലോ സിതാരെ, ഞാൻ സുമിത്രയാ. ആ പറയൂ, എന്താ നേരത്ത്? ഒരു ചെറിയ വിശേഷമുണ്ട്. നാളെ നന്ദേട്ടന്റെ എന്റെയും വിവാഹ വാർഷികം. ഓ, കൺഗ്രാറ്റ്സ്. സാധാരണ വലിയ ചടങ്ങൊന്നും അങ്ങനെ നടത്താറില്ല. പക്ഷെ ഇത്തവണ നവീന് നിർബന്ധം. അത് ആഘോഷിച്ചേ പറ്റൂന്ന്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിച്ച പിന്നെ അവന് വല്ലാത്ത മാറ്റോ. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എന്നും ഇല്ലാത്ത ഒരു ഉത്സാഹം എന്റെ കുട്ടിക്ക്. നവീനത് ആഘോഷിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യല്ലേ, നടക്കട്ടെ. ഞാൻ വിളിച്ചതേ സിതാരയും ഗാന്ധി അതിൽ പങ്കെടുക്കണോന്ന് പറയാനാ. ഫോണൊന്ന് ഗാദിമോൾക്ക് കൊടുക്കാവോ? ഞാൻ പറയാം. അത് മോൾ ഉറങ്ങി. അയ്യോ, അതെന്ത് പറ്റി? സാധാരണ നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ ലേറ്റ് ആവുമെന്നാണല്ലോ മോൾ എന്നോട് പറഞ്ഞത്. അത് പിന്നെ മോക്ക് ചെറിയൊരു ക്ഷീണോടെന്ന് പറഞ്ഞു. കിടന്നോളം ഞാൻ തന്നെ നിർബന്ധിച്ചേ. ഓ, എന്നാ നിർബന്ധിക്കണ്ട. സിതാര മോളെയും കൂട്ടി നാളെ ഇങ്ങോട്ടേക്ക് എത്തിയാ മതി. ഞാൻ നവീനെ അയക്കണോ രാവിലെ? വേണ്ട, ഞങ്ങൾ എത്തിക്കോളാം. സിതാര വാക്ക് പറഞ്ഞ പിന്നെ എനിക്ക് വിശ്വാസക്കുറവില്ല. എങ്കി നാളെ കാണാം. ഞാൻ ഫോൺ വെക്കട്ടെ? ശരി. എന്തുപറ്റി മാം? ഇതിനിടയിൽ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നു. നവീന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷമായിട്ട് നടത്തണമെന്ന് നവീൻ തീരുമാനിച്ചെന്ന്. അതിന് മോളെയും കൂട്ടി ചെല്ലണമെന്ന് പറയാനായിട്ടാ സുമിത്ര വിളിച്ചത്. ചെല്ലാന്ന് മാം പറഞ്ഞല്ലോ. ഗാഥ മാഡത്തെയും കൂട്ടിക്കൊണ്ട് പോവാനാണോ? അതൊരു കാരണവശാലും ഇല്ല. ഇനി കളരിക്കൽ തറവാട്ടിൽ എന്റെ മോള് കാലു കുത്തില്ല. അപ്പോ കൃഷ്ണയെ തിരികെ വിളിക്കാനാണോ? അവളുടെ അമ്മയുടെ കണ്ടീഷൻ എന്താന്ന് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ അവള് തിരിച്ചു വരട്ടെ. ഞാൻ പറയാം. ഒരു വിധത്തിലും മനസ്സിന് സമാധാനം കിട്ടില്ല എന്നുള്ള തരത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ആഘോഷം നടത്തേണ്ട കാര്യം എന്താ അവർക്ക്? അല്ല, നടത്തിക്കോട്ടെ. അതിനെന്താ എന്നെ മോളെ ക്ഷണിക്കുന്നത്? ആവശ്യമില്ലാത്ത കുറെ ശാപങ്ങള് വാരി വലിച്ച് തല വെച്ചിരിക്കുന്ന ഒരു കുടുംബം. എന്നിട്ട് മറ്റുള്ളവരുടെ സമാധാനം കൂടി ഇല്ലാണ്ടാക്കാൻ നോക്കാം. എന്തൊക്കെയാടി കേക്കുന്നേ? ആൾമാറാട്ടം നടത്തിയേ, അതിന് ശമ്പളം വാങ്ങിക്കേ. വേണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാ ഉണ്ണി. എന്നെ ഗോപാലമാമനും സുനന്ദിച്ചൊക്കെ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ അവസാനം ഇതിന് സമ്മതിച്ച. അവരാണെങ്കില് അമ്മയുടെ ഓപ്പറേഷനുള്ള കാശ് അക്കൗണ്ടിൽ ഇട്ടുതരുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഊരാക്കുടുക്കില ഞാൻ പെട്ടുകിടക്കുന്നേന്ന്. കാശുള്ളവരുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ. നിന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നേ? അവിടെ ഒരു പെൺകുട്ടിയില്ലേ ഗാഥ, അവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ വീട്ടുകാര് അതറിയാൻ പാടില്ല. അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ.